ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തി എസ് ജയശങ്കർ. ഇന്ത്യയ്ക്കായി നിരവധി കാര്യങ്ങളാണ് മന്ത്രിമാരുമായി ചർച്ച ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. 2026 ഇന്ത്യക്ക് ലഭിക്കാനിരിക്കുന്ന ബ്രിക്സ് അധ്യക്ഷ പദവി, ഭീകരതയ്ക്കെതിരായ ഉറച്ച നിലപാട്, UN സുരക്ഷാ കൗൺസിൽ പരിഷ്കാരങ്ങൾക്കായുള്ള പുതുക്കിയ ആഹ്വാനം, വ്യാപാര നിയന്ത്രണ നടപടികളെക്കുറിച്ചുള്ള ആശങ്ക എന്നിവ 80ാമത് ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ ഭാഗമായി നടന്ന ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ ചർച്ചകളിൽ പ്രധാനമായിരുന്നു. വെള്ളിയാഴ്ച നടന്ന യോഗത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ നേതൃത്വം നൽകി. അടുത്ത വർഷം ബ്രിക്സ് അധ്യക്ഷ സ്ഥാനം ഇന്ത്യ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് യോഗം നടന്നത്. വാർഷിക യോഗം സംഘടിപ്പിക്കുന്നതിനും ഗ്രൂപ്പിന്റെ അജണ്ട നയിക്കുന്നതിനുമുള്ള ആഹ്വാനത്തിന് എതിരാളികളിൽ നിന്ന് ഏകകണ്ഠമായ പിന്തുണ ലഭിച്ചതായി യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നുണ്ട്. UNGA 80ന്റെ ഭാഗമായി ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിൽ നടത്തിയതിന് മന്ത്രിമാർ ഇന്ത്യയോട് നന്ദി അറിയിക്കുകയും ചെയ്തു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിനും ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്തുന്നതിനും അവർ പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. എക്സിലെ ഒരു പോസ്റ്റിൽ ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ഡിജിറ്റൽ പരിവർത്തനം, 2026 UN പരിഷ്കാരങ്ങൾ തുടങ്ങിയ മുൻഗണനയ്ക്ക് ഊന്നൽ നൽകി. യുക്തിയുടെ ശബ്ദമായി ഗ്രൂപ്പിന്റെ പങ്കിനെ ശ്രീ ജയശങ്കർ എടുത്തു കാണിക്കുകയും ചെയ്തു. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് മന്ത്രിമാർ തീവ്രവാദത്തെ ശക്തമായി അപലപിച്ചു. 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിൽ 26 പേർ കൊലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭീകരാക്രമണത്തെ അവർ ശക്തമായി അപലപിച്ചു. അതിർത്തി കടന്നുള്ള തീവ്രവാദികളുടെ നീക്കം, തീവ്രവാദ ധനസഹായം, സുരക്ഷിത താവളങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയെയും നേരിടാനുള്ള പ്രതിബദ്ധത അവർ ആവർത്തിച്ചുവെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആരോപിക്കപ്പെടുന്ന ഈ ആക്രമണത്തെക്കുറിച്ചുള്ള പരാമർശം UNGA-യിൽ മറുപടി നൽകാനുള്ള അവകാശവാദം വിനിയോഗിക്കുന്നതിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അസംബന്ധ നാടകീയതയെയും ഭീകരതയെ മഹത്വവൽക്കരിച്ചതിനെയും വിമർശിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ സമീപകാല പ്രസ്താവനയുമായി യോജിക്കുന്നു. UNSC പരിഷ്കരണത്തെക്കുറിച്ച് 2023-ലെ ജോഹന്നാസ്ബർഗ് സെക്കൻഡ് നേതാക്കളുടെ പ്രഖ്യാപനത്തിനുള്ള പിന്തുണ മന്ത്രിമാർ ആവർത്തിക്കുകയും ചെയ്തു. കൗൺസിലിനെ കൂടുതൽ ജനാധിപത്യപരവും പ്രാതിനിധ്യപരവും ഫലപ്രദവും കാര്യക്ഷമവുമാക്കുന്നതിന് സമഗ്രമായ ഒരു പുനഃസംഘടനയെ വാദിച്ചു. സുരക്ഷാ സമിതി ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിൽ കൂടുതൽ പങ്കുവഹിക്കാനുള്ള ബ്രസീലിന്റെയും ഇന്ത്യയുടെയും അഭിലാഷങ്ങളെ അവർ വ്യക്തമായി പിന്തുണച്ചു. ഇത് ന്യൂഡൽഹിയുടെ സ്ഥിരാംഗത്വത്തിനായുള്ള ദീർഘകാല ശ്രമത്തിന് കരുത്തേകി. 2022-ലെ ബീജിംഗിലെയും 2023-ലെ ജോഹന്നാസ്ബർഗ് സെക്കൻഡിലെയും നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളായ ചൈനയും റഷ്യയും സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെ ഐക്യരാഷ്ട്രസഭയിൽ കൂടുതൽ പങ്കുവഹിക്കാനുള്ള ബ്രസീലിന്റെയും ഇന്ത്യയുടെയും അഭിലാഷങ്ങൾക്ക് പിന്തുണ ആവർത്തിക്കുകയും ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ ഇന്നത്തെ പ്രസംഗത്തിൽ പ്രതിധ്വനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രമേയമായ ആഗോള ദക്ഷിണേന്ത്യയുടെ ശബ്ദം വർദ്ധിപ്പിക്കാനുള്ള ബ്രിക്സിന്റെ ആഹ്വാനവും ജയശങ്കർ തന്റെ പോസ്റ്റിൽ അടിവരയിട്ടു. വർദ്ധിച്ചുവരുന്ന വ്യാപാര തടസ്സങ്ങൾ, പ്രത്യേകിച്ച് താരിഫുകളുടെയും താരിഫ് ഇതര നടപടികളുടെയും വിവേചനരഹിതമായ വർധനവ്, ആഗോള വ്യാപാരം കൂടുതൽ കുറയ്ക്കുന്നതിനും ആഗോള വിതരണ ശൃംഖലകളെ തടസ്സപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര സാമ്പത്തിക വ്യാപാര പ്രവർത്തനങ്ങളിൽ അനിശ്ചിതത്വം കൊണ്ടുവരുന്നതിനും ഭീഷണിയാകുന്ന സംരക്ഷണവാദ നയങ്ങൾ എന്നിവയിൽ യോഗം ആഴത്തിലുള്ള ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.